Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ CA ഫൈനൽ ചാപ്റ്റർ 3 CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 3 ആണ്. ഓഡിറ്റ് പ്ലാനിങ്, സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ. നമ്മൾ ഓൾറെഡി 4 പാർട്ട് ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ കമൻസിങ് ആൻഡ് ഓഡിറ്റ്, സെക്കൻഡ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് തേർഡ് ഓഡിറ്റ് പ്രോഗ്രാമാണ്. പിന്നെ 4ാമത്തെ പാർട്ടിൽ നമ്മൾ നോക്കിയത് ഓഡിറ്റ് എക്സിക്യൂഷൻ ആണ്. പക്ഷേ ഓഡിറ്റ് എക്സിക്യൂഷൻ എന്താണ്, നമ്മൾ അതിൻ്റെ ഒരു സമ്മറി ആയിട്ടുള്ള ഫസ്റ്റ് 4 ഫേസുകളെ കുറിച്ചിട്ടാണ് നോക്കിയത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ പ്ലാനിങ്, പിന്നെ റിസ്ക് ആൻഡ് കൺട്രോൾ ഇവാലുവേഷൻ, ദെൻ ടെസ്റ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ 4ാമത്തെ പാർട്ടിൽ നോക്കിയത്. ഇനി ഈ 5ാമത്തെ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ഓഡിറ്റ് എക്സിക്യൂഷനിൽ 4 സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്റർ 3ൽ. അപ്പോൾ ആ 4 സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതർ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് ഇൻ ഓഡിറ്റ് എക്സിക്യൂഷൻസ്. അപ്പോൾ ഈ അതർ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസിൽ നമുക്ക് നോക്കാനുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. ഫസ്റ്റ് വൺ SA 600, സെക്കൻഡ് വൺ SA 610 ആൻഡ് SA 620 ആൻഡ് SA 540. അപ്പോൾ SA 600 ആണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് നോക്കുന്നത്. SA 600 എന്ന് വെച്ചാൽ യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്ററിൻ്റെ വർക്ക് യൂസ് ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ വർക്ക് യൂസ് ചെയ്യുന്നത്. തേർഡ് പാർട്ടിൽ നോക്കുന്നത് വെച്ചാൽ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിൻ്റെ വർക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസേൺ ചെയ്യുന്നത് ഏതാണ്, ഓഡിറ്ററിൻ്റെ വർക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓഡിറ്ററിൻ്റെ തന്നെ ഫസ്റ്റ് അനദറും രണ്ടാമത്തത് ഇൻറ്റേർണലും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ആരെ വർക്ക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, ഓഡിറ്ററിൻ്റെ എക്സ്പേർട്ടിൻ്റെ വർക്കിനെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതാണ് SA 620. അപ്പോൾ ആ ഓർഡറിൽ ചിന്തിച്ചാൽ മതി. 600, 610 ആൻഡ് 620 ആണെന്ത് മറ്റൊരാളുടെ വർക്ക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. 600 എന്ന് വെച്ചാൽ അനദർ ഓഡിറ്റർ, 610 എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഓഡിറ്റർ ആൻഡ് 620 എന്ന് വെച്ചാൽ ഓഡിറ്റേഴ്സ് എക്സ്പേർട്ട്. അത് കഴിഞ്ഞിട്ട് SA 540 ഓഡിറ്റിംഗ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ഇൻക്ലൂഡിങ് ഫെയർ വാല്യൂ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് റിലേറ്റഡ് ഡിസ്ക്ലോഷേഴ്സ്. ആ സ്റ്റാൻഡേർഡും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കുന്ന സ്റ്റാൻഡേർഡാണ് SA 600, യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ. When auditor delegates work or use others' work, they remain responsible for forming their opinion on the financial information. ഇപ്പോൾ ഒരു ഓഡിറ്റർ എന്താണ്, അയാളുടെ വർക്ക് മറ്റൊരു ഓഡിറ്ററിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഓഡിറ്ററിൻ്റെ വർക്ക് അയാൾ യൂസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ പോലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒപ്പീനിയൻ കൊടുക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് റിമെയിൻഡ് ആണ്, പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്ററിന് റിമെയിൻഡ് ആണ്, അയാളുടെ കീഴിലാണ് ആ റെസ്പോൺസിബിലിറ്റി വരിക. ആ റെസ്പോൺസിബിലിറ്റി ആർക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാനൊരു ഓഡിറ്ററായിട്ട് ചെന്നു, ഞാൻ എൻ്റെ വർക്ക് വേറൊരു ഓഡിറ്ററിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അയാൾ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു വർക്ക് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിലും എൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ എന്താണ്, സെയിം ആണ്. എന്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പീനിയൻ കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എൻ്റെത് അപ്പോഴും സെയിം ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ദേ ക്യാൻ റിലൈ ഓൺ അതേഴ്സ് വർക്ക്. അപ്പം മറ്റൊരാളുടെ വർക്ക് റിലൈ എപ്പോഴാണ് ചെയ്യാന്ന് വെച്ചാൽ ദർ ഈസ് നോ റീസൺ ടു ഡൗട്ട് ഇറ്റ്സ് റിലയബിലിറ്റി. മറ്റേ ആളുടെ വർക്കിൻ്റെ ഒരു റിലയബിലിറ്റി നമുക്ക് എന്താണ്, ഡൗട്ട് ചെയ്യാൻ യാതൊരു റീസണും ഇല്ല. അപ്പോൾ നമ്മളൊരാളുടെ വർക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ വർക്ക് പ്രോപ്പറാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. ദേ ക്യാൻ റിലൈ ഓൺ അതേഴ്സ് വർക്ക് ഇഫ് ദേ എക്സസൈസ് സ്കിൽ ആൻഡ് കെയർ ആൻഡ് ഹാവ് നോ റീസൺസ് ടു ഡൗട്ട് ഇറ്റ്സ് റിലയബിലിറ്റി. For statutory appointments such as branch auditors, the auditor's report should state the reliance on that work. അപ്പോൾ എന്താണ്, നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി അപ്പോയിൻമെൻ്റ് ആണ്, ലൈക്ക് ബ്രാഞ്ച് ഓഡിറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിൽ ഈ ഒരു മറ്റൊരാളുടെ വർക്ക് റിലൈ ചെയ്തതിൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കണം, റിപ്പോർട്ട് പറഞ്ഞിരിക്കണം. ദ ഓഡിറ്റർ യൂസിങ് അതേഴ്സ് വർക്ക് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഓഡിറ്റർ. അപ്പോൾ ആരാണോ
മറ്റൊരു ഓഡിറ്ററിൻ്റെ വർക്ക് യൂസ് ചെയ്യുന്ന ആൾ എന്ന് വെച്ചാൽ ഈ ഒരാളാണ് എന്ത് ചെയ്തത്, ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ ബ്രാഞ്ച് വേറൊരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇയാൾ എന്ത് ചെയ്ത്, ഈ ബ്രാഞ്ച് എന്താണ്, ഇതിൻ്റെ ഭാഗമാണ്, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു ബ്രാഞ്ച്. സോ ഇതിൻ്റെ ഇൻഫർമേഷൻസും കൂടി ഈ ഒരു സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓഡിറ്റർ കൊടുക്കണം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത്, ഈ ഓഡിറ്ററിൻ്റെ വർക്ക് ഇയാൾ യൂസ് ചെയ്ത്. സോ ഈ യൂസ് ചെയ്ത ആൾ, ഇയാളുടെ വർക്ക് യൂസ് ചെയ്ത ഈ ഓഡിറ്ററിൻ്റെ പറഞ്ഞ പേരാണെന്ത്, പ്രിൻസിപ്പൽ ഓഡിറ്റർ. ഓക്കെ, സോറി, SA 600 ഡസ് നോട്ട് കവർ. അപ്പോൾ SA 600 എന്ത് കവർ ചെയ്യുന്നില്ല, സിറ്റുവേഷൻസ് വേർ മൾട്ടിപ്പിൾ ഓഡിറ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ആസ് ജോയിൻറ്റ് ഓഡിറ്റർ. അപ്പോൾ ജോയിൻറ്റ് ഓഡിറ്ററിൻ്റെ എന്താണ് സിറ്റുവേഷൻസ് SA 600 കവർ ചെയ്യുന്നില്ല. അത് കവർ ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് SA 299. അപ്പോൾ അത് നമ്മൾ വേറെ തന്നെ പഠിക്കും, ഇതിപ്പോൾ അതിൽ പഠിക്കാനില്ല. അതേമാതിരി തന്നെ റിലേഷൻഷിപ്പ് വിത്ത് എ പ്രിഡിസീസർ ഓഡിറ്റർ. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഓഡിറ്ററിനോട് നമ്മൾ എന്താണ് ഒരു ഡൗട്ട് ചോദിക്കുക. നമ്മളൊരു ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഓഡിറ്ററിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൺസൾട്ടേഷൻ വാങ്ങുക. ആ സിറ്റുവേഷനും അല്ലെങ്കിൽ എന്താണ് ഒരു വലിയ സ്ഥാപനം ഒന്നിലധികം ഓഡിറ്റേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും, ഈ രണ്ട് കാര്യങ്ങളും എന്തിൽ വരില്ല, ഈ രണ്ട് കാര്യങ്ങളും SA 600 വരില്ല. ഇനി ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ ആരാണ്? ദ ഓഡിറ്റർ റെസ്പോൺസിബിൾ ഫോർ റിപ്പോർട്ടിംഗ് ഓൺ ദ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഓഫ് ദ എൻറ്റിറ്റി. അപ്പോൾ ഒരു എൻറ്റിറ്റീൻ്റെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ് എന്ത്, പ്രിൻസിപ്പൽ ഓഡിറ്റർ. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിൽ എന്തും ഇൻക്ലൂഡിങ് കമ്പോണൻറ്റ്സ് ഓഡിറ്റഡ് ബൈ അതർ ഓഡിറ്റർ. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വന്നത് ഈ ഒരു സ്ഥാപനത്തിൻ്റെയാണ്, അതിന് വേറെ കുറേ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇത് വേറെ ഓരോ ഓഡിറ്റേഴ്സാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇത് വേറെ കുറേ ഓഡിറ്റേഴ്സാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു വലിയ പാരൻ്റ് എൻറ്റിറ്റിയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരൻ്റ് എൻറ്റിറ്റിക്ക് എന്തുണ്ടാവും, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, ഇവരുടെ ഇൻഫർമേഷൻസും അതിൽ ഇൻക്ലൂഡ് ആണല്ലോ. അപ്പോൾ ഈ എൻറ്റിറ്റീസ് ആരാ ഓഡിറ്റ് ചെയ്തത്, ഇവരാണ്. അപ്പോൾ അതാണ് ഇവിടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിൾ ഫോർ റിപ്പോർട്ടിംഗ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എൻ എൻറ്റിറ്റി. ഇതാണ് എൻറ്റിറ്റി. ഈ എൻറ്റിറ്റീൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് റിപ്പോർട്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളും, അതേമാതിരി തന്നെ ഇൻക്ലൂഡിങ് കമ്പോണൻസ്. ഈ ഒരു കമ്പോണൻസിൻ്റെ ഇൻഫർമേഷൻസും ഇതിലുണ്ട്, ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഓഡിറ്റ് ചെയ്യാൻ അതിൻ്റെയും കൂടി റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഇയാൾക്കാണ്. സോ വേറെ അതർ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തിട്ടുള്ള എൻറ്റിറ്റീൻ്റെയും കൂടി റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾ. ഓക്കെ, ദെൻ അതർ ഓഡിറ്റർ ആരാണ്? അതർ ഓഡിറ്റർ അതർ ദാൻ പ്രിൻസിപ്പൽ ഓഡിറ്റർ. അപ്പോൾ പ്രിൻസിപ്പൽ ഓഡിറ്റർ അല്ലാത്ത ബാക്കി എല്ലാ ഓഡിറ്ററിനെയും പറഞ്ഞ പേരാണ് അതർ ഓഡിറ്റർ. റെസ്പോൺസിബിൾ ഫോർ ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എ കമ്പോണൻറ്റ്. അപ്പോൾ ഒരു കമ്പോണൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് ആൾക്ക് എന്തുള്ളൂ, റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അത് ഓഡിറ്റ് ചെയ്യാനേ ഈ ഒരു ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിൻസിപ്പൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ്, അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഓഡിറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ. പക്ഷേ അയാൾ ആരല്ല, പ്രിൻസിപ്പൽ ഓഡിറ്റർ അല്ല. മനസ്സിലായല്ലോ? പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്താണ്? പ്രിൻസിപ്പൽ ഓഡിറ്ററിന് ഈ ഒരു കമ്പോണൻറ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഓഡിറ്റർ, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞത്, എനി അതർ ഓഡിറ്റർ അതർ ദാൻ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ന് പറഞ്ഞത്. പക്ഷേ കാരണം എന്താ വെച്ചാൽ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് എന്തുണ്ട്, ഒരു കമ്പോണൻറ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനം ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ബ്രാഞ്ചോ സബ്സിഡറിയോ അസോസിയേറ്റിനെയോ എന്താണ് ഓഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ആർക്കുണ്ട്, പ്രിൻസിപ്പൽ ഓഡിറ്ററിനുണ്ട്. ഡ്യൂട്ടിയിലുള്ള റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പൽ ഓഡിറ്ററിനുണ്ട്. പക്ഷേ പ്രിൻസിപ്പൽ ഓഡിറ്റർ അല്ലാത്തൊരു വ്യക്തി, ഈ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള പ്രിൻസിപ്പൽ ഓഡിറ്റർ അല്ലാത്തൊരു വ്യക്തിയാണ് ആര്, അതർ ഓഡിറ്റർ. ഓക്കെ, ഇനി SA 600ൻ്റെ പർപ്പസ് എന്താണ്? SA 600ൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്?
For situation where the principal auditor uses another auditor's work regarding financial information of components included in the entity's financial information. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഓഡിറ്റർ മറ്റൊരു ഓഡിറ്ററിൻ്റെ വർക്ക് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസിന് ഒരു സ്റ്റാൻഡേർഡ്സ് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് എന്തുള്ളത് SA600ൻ്റെ പർപ്പസ്. അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് കമ്പോണൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ എൻറ്റിറ്റീൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു പാരൻറ്റും സബ്സിഡറി ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിന് എന്ത് കൊടുക്കണം? അതിന് റിപ്പോർട്ട് ചെയ്യണം. ആര്? ഓഡിറ്റർ. ഓഡിറ്റ് ചെയ്തിട്ട് ഈ സാധനം ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഈ കമ്പോണൻസിൻ്റെ ഇൻഫർമേഷൻസും കൂടി ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കമ്പോണൻസിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു ഓഡിറ്ററിൻ്റെ സഹായം വർക്ക് യൂസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ ഓഡിറ്റർ ഈ ഒരു സിറ്റുവേഷൻസ് എന്താണ് അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന അതാണ് എന്ത് SA600ൻ്റെ പർപ്പസ്. സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴഞ്ഞ രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷേ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ദിസ് ഇൻക്ലൂഡ്സ് എ പ്രിൻസിപ്പൽ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി കൺസേണിങ് ദ അതർ ഓഡിറ്റേഴ്സ് വർക്ക്. അപ്പോൾ മറ്റൊരു ഓഡിറ്റർ ചെയ്ത വർക്കിൽ എന്താണ് പ്രിൻസിപ്പൽ ഓഡിറ്ററിനും ചെറിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മറ്റൊരു ഓഡിറ്ററിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വർക്ക് മറ്റൊരു ഓഡിറ്ററിന് കൊടുക്കുന്നതിലൂടെയോ എന്ത് ആകുന്നില്ല? പ്രിൻസിപ്പൽ ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി പോകുന്നില്ല. പക്ഷേ മറ്റൊരു ഓഡിറ്ററിൻ്റെ വർക്കിൽ എന്താണ് പ്രിൻസിപ്പൽ ഓഡിറ്ററിന് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് അത് യൂസ് ചെയ്യുന്ന സമയത്ത്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിഫേഴ്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എപ്പോഴാണ് ഒരാളെ പ്രിൻസിപ്പൽ ഓഡിറ്ററായിട്ട് അക്സെപ്റ്റ് ചെയ്യുക? ഓക്കെ, ഒരു പ്രിൻസിപ്പൽ ഓഡിറ്ററായിട്ട് നമ്മൾ എങ്ങനെയാണ് കാണുക? നമ്മൾ പറഞ്ഞു ഒരു പ്രിൻസിപ്പൽ ഓഡിറ്റർ അതർ ഓഡിറ്ററിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞു എനി അതർ ഓഡിറ്റർ അതർ ദാൻ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്താണ്? ആരാണ് ഒരു പ്രിൻസിപ്പൽ ഓഡിറ്റർ? എപ്പോഴാണ് അയാൾ ഒരു പ്രിൻസിപ്പൽ ഓഡിറ്റർ ആക്കുക? പെർഫോം അഡീഷണൽ പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് കമ്പോണൻറ്റ് ഓഡിറ്റർ ബൈ അതർ ഓഡിറ്റർ എൻഷുറിങ് സിഗ്നിഫിക്കൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഓഡിറ്റ്. അപ്പോൾ എന്താണ് കമ്പോണൻറ്റ് ഓഡിറ്ററിലും എന്ന് വെച്ചാൽ മറ്റൊരാൾ ഓഡിറ്റ് ചെയ്ത ഒരു കമ്പോണൻസിനും എന്താണ് മറ്റൊരാളൊരു ഓഡിറ്റ് ചെയ്തൊരു കമ്പോണൻറ്റിലും ഈ ഒരാൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഇതാണൊരു കമ്പോണൻറ്റ്. ഇത് ഇയാൾ നല്ല വൃത്തിയിൽ ഓഡിറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്, വൃത്തിയിൽ ചെയ്യുന്നുണ്ട് ഇയാൾ. അതിൻ്റെ ഇടയ്ക്ക് എന്താണ് വേറൊരാൾ വന്നിട്ട് എന്താണ് അഡീഷണലായിട്ട് ഇവിടെയും ഈ ഒരു കമ്പോണൻറ്റിലും അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഇയാൾ പെർഫോം ചെയ്യുക. ഇങ്ങനത്തെ ഒരാൾ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഒരാൾ ഇവിടെ എന്താണ് ഒരു കമ്പോണൻറ്റിൽ ഒരാൾ ഓഡിറ്റ് പെർഫോം ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഒരു അഡീഷണൽ പ്രൊസീജിയേഴ്സ് വേറെ ആളൊന്ന് ചെയ്യുക. അങ്ങനത്തെ ഒരാൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ അതാണ് പെർഫോം അഡീഷണൽ പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് കമ്പോണൻറ്റ്സ് ഓഡിറ്റഡ് ബൈ അതർ ഓഡിറ്റർ എൻഷുറിങ് സിഗ്നിഫിക്കൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഓഡിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓഡിറ്റിൽ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇയാൾ കൊടുക്കുക. അങ്ങനത്തെ ഒരു വ്യക്തി, അതാണ് ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തേന്ന് വെച്ചാൽ assess the risk of material misstatement in the financial information of the component. അപ്പോൾ കമ്പോണൻസിൻ്റെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അസസ് ചെയ്യുക. അതും ചെയ്യുകയാണ്. വേറൊരാൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരാളും കൂടി വന്നിട്ട് എന്താണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റും കൂടി അസസ് ചെയ്യുക അതിൻ്റെ കമ്പോണൻസിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് വെച്ചാൽ അഡീഷണൽ പ്രൊസീജിയർ ചെയ്യുക കമ്പോണൻസിൻ്റെ മുകളിൽ. രണ്ടാമത്തെ വെച്ചാൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അസസ് ചെയ്യുക കമ്പോണൻസിൻ്റെ മുകളിൽ. അപ്പോൾ 2 പോയിൻ്റായ 1, 2. മൂന്നാമത്തേന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ദ മെറ്റീരിയാലിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഓഡിറ്റേഴ്സ് നോളേജ് റിഗാർഡിംഗ് ബിസിനസ് ഓഫ് ദ കമ്പോണൻറ്റ്. അപ്പം കമ്പോണൻറ്റിൻ്റെ ബിസിനസ് മനസ്സിലാക്കുകയും ചെയ്യുക, അതിനൊരു മെറ്റീരിയാലിറ്റി ഇവാലുവേറ്റും ചെയ്യുക. ഇതും കൂടി ആയാൽ എന്തായി ഒരു പ്രിൻസിപ്പൽ ഓഡിറ്ററായി മാറും. ഓക്കെ, അപ്പോൾ ഒരു എൻറ്റിറ്റി നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോയി. ആരാണ് നമ്മൾ ജസ്റ്റ് ഒരു ഓഡിറ്റർ മാത്രമാണ്. അപ്പോൾ ഈ ഒരു എൻറ്റിറ്റിക്ക് ഒരു കമ്പോണൻറ്റും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അത് വേറൊരു ഓഡിറ്ററാണ്, അതർ ഓഡിറ്ററാണ് ഓഡിറ്റ് ചെയ്യുന്നത്, ഇയാൾ ഓഡിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തും കൂടി ചെയ്യേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓഡിറ്റിൻ്റെ മുകളിലും കൂടി ഒരു അഡീഷണൽ പ്രൊസീജിയേഴ്സും പെർഫോം ചെയ്യണം. ഈ ഒരു ഓഡിറ്റിൻ്റെ മുകളിൽ നമുക്ക് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അസസും ചെയ്യണം. അതേമാതിരി തന്നെ ഈ ഒരു കമ്പോണൻ്റെ ബിസിനസ് മനസ്സിലാക്കും വേണം. അതിൻ്റെ മെറ്റീരിയാലിറ്റി നമ്മൾ ഇവാലുവേറ്റ് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓഡിറ്ററിൽ നിന്നും നമ്മൾ പ്രിൻസിപ്പൽ ഓഡിറ്ററാവും. മനസ്സിലായല്ലോ 3 കാര്യങ്ങൾ.
ദ ഓഡിറ്റർ ഷുഡ് കൺസിഡർ ദീസ് പോയിന്റ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ റോൾ ഓഫ് പ്രിൻസിപ്പൽ ഓഡിറ്റർ. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ ഓഡിറ്ററിൻ്റെ റോള് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പോയിന്റുകൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്തിരിക്കണം. അടുത്തതെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓഡിറ്റേഴ്സിൻ്റെ പ്രൊസീജിയർ എന്താണ്, എന്തൊക്കെയാണ് ഒരു പ്രിൻസിപ്പൽ ഓഡിറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ. ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഹാസ് ദ റൈറ്റ് ടു എക്സാമിൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ കമ്പോണൻറ്റ് ഇഫ് നെസസറി. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്താണ്, പ്രിൻസിപ്പൽ ഓഡിറ്ററിന് ഒരു കമ്പോണൻസിൻ്റെ ബുക്സ് എക്സാമിൻ ചെയ്യാൻ റൈറ്റ് ഉണ്ട്. എസ്പെഷ്യലി വെൻ അനദർ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ്. എന്നുവെച്ചാൽ അനദർ ഓഡിറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നോർമലി ദേ ക്യാൻ റിലൈ ഓൺ അതർ ഓഡിറ്റേഴ്സ് വർക്ക് അൺലെസ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് റിക്വയർസ് എ വിസിറ്റ് ഓർ എക്സാമിനേഷൻ. നോർമലി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ മറ്റേ ഓഡിറ്റർ, അതർ ഓഡിറ്ററിൻ്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ മറ്റൊരു ഓഡിറ്ററിൻ്റെ യൂസ് നമ്മൾ റിലൈ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ചിലപ്പോൾ ചില സർക്കംസ്റ്റാൻസസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആ ഒരു കമ്പോണൻറ്റ് വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ബുക്സുകൾ എക്സാമിൻ ചെയ്യേണ്ടിയോ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ ഒരു ഓഡിറ്റർ ചെയ്യേണ്ടത്. ഓഡിറ്ററിന് എന്തുണ്ട്, ബുക്സ് എക്സാമിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നോർമലി നമ്മൾ അതർ ഓഡിറ്ററിൻ്റെ വർക്ക് റിലൈ ആണ് ചെയ്യുക. പക്ഷേ ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ഓഡിറ്റ് കമ്പോണൻറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാനോ ചെയ്യേണ്ടി വരും. ദെൻ ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഷുഡ് കൺസിഡർ കോമ്പീറ്റൻസ് ഓഫ് ദ അതർ ഓഡിറ്റേഴ്സ് വെൻ പ്ലാനിങ് ടു യൂസ് ദെയർ വർക്ക്. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ വർക്ക് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു കോമ്പീറ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, പ്രൊസീജിയേഴ്സ് ഫോർ യൂസിങ് അതർ ഓഡിറ്റേഴ്സ് വർക്ക്. അപ്പോൾ മറ്റൊരു ഓഡിറ്ററുടെ വർക്ക് യൂസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, അഡ്വൈസ് അതർ ഓഡിറ്റേഴ്സ് അബൌട്ട് ദ യൂസ് ഓഫ് ദെയർ വർക്ക് ആൻഡ് മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ കോർഡിനേഷൻ ഡ്യൂറിങ് ദ ഓഡിറ്റ് പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അഡ്വൈസ് ചെയ്യണം. മറ്റേ അതർ ഓഡിറ്ററിനെ അഡ്വൈസ് ചെയ്യണം അബൌട്ട് ദ യൂസ് ഓഫ് ദെയർ വർക്ക് ആൻഡ് അവരുടെ വർക്ക് യൂസ് ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് അഡ്വൈസ് ചെയ്യണം. അതേമാതിരി തന്നെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട്, ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ കോർഡിനേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് തക്കതായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യണം. ദെൻ ഇൻഫോം അതർ ഓഡിറ്റർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ആൻഡ് അബൌട്ട് കംപ്ലയൻസ് റെപ്രസെൻറ്റേഷൻസ്. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് വെച്ചാൽ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും റിക്വയർമെൻറ്റ്സും അതേമാതിരി തന്നെ കംപ്ലയൻസ് റെപ്രസെൻറ്റേഷൻസും നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ അതർ ഓഡിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അഡ്വൈസ് ആയിരുന്നു. എന്തിനെ കുറിച്ചിട്ട്, അവരുടെ വർക്ക് നമ്മൾ യൂസ് ചെയ്തതിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ അറേഞ്ച്മെൻറ്റ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ ഇൻഫോം ചെയ്യണം. രണ്ടാമത്തെ വെച്ചാൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഫോം ചെയ്യണം അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗ് റിക്വയർമെൻറ്റും അതേമാതിരി തന്നെ കംപ്ലയൻസ് റെപ്രസെൻറ്റേഷനെ കുറിച്ചിട്ട് നമ്മൾ അതർ ഓഡിറ്ററിന് ഇൻഫോം ചെയ്യണം. ഓക്കെ, ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഷുഡ് ഡിസ്കസ് സ്പെഷ്യൽ കൺസിഡറേഷൻ, ഇൻ്റർ കമ്പോണൻറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് ഓഡിറ്റ് ടൈംലെസ് വിത്ത് അതർ ഓഡിറ്റർ. അപ്പോൾ ഇതിന് പുറമെ ഓഡിറ്റർ എന്തും കൂടി ഡിസ്കസ് ചെയ്യണം, സ്പെഷ്യൽ കൺസിഡറേഷൻസ്, ഇൻ്റർ കമ്പോണൻറ്റ് ട്രാൻസാക്ഷൻസ്, പിന്നെ ഓഡിറ്റ് ടൈം ലൈൻസ്. ഈ കാര്യങ്ങൾ കൂടി നമ്മൾ അതർ ഓഡിറ്ററായിട്ട് എന്ത് ചെയ്യണം, പ്രിൻസിപ്പൽ ഓഡിറ്റർ അതർ ഓഡിറ്ററായിട്ട് ഡിസ്കസ് ചെയ്യണം. The principal auditor might review a written summary of other auditors' procedures. അപ്പോൾ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് ചെയ്യും, might review a written summary of other auditors' procedures or findings or visit them directly. അപ്പോൾ ഒന്നുകിൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്ത് ചെയ്യും, മറ്റേ അതർ ഓഡിറ്ററിൻ്റെ വർക്കിൻ്റെ ഒരു സമ്മറി എന്താണ് റിവ്യൂ ചെയ്യും, അല്ലെങ്കിൽ വർക്കിൻ്റെ സമ്മറിയോ അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സിൻ്റെ ഒരു സമ്മറി, വർക്ക് അവർ അതർ ഓഡിറ്റർ ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സിൻ്റെയോ ഫൈൻഡിങ്സിൻ്റെയോ ഒരു റിട്ടേൺ സമ്മറി എന്ത് ചെയ്യും, ഒന്നുകിൽ റിവ്യൂ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഒരു തൃപ്തി അല്ലെങ്കിൽ നമ്മളെന്താണ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി വിസിറ്റ് ചെയ്യും. ആ കമ്പോണൻറ്റ് ഡയറക്റ്റ്ലി വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ എക്സാമിൻ ചെയ്യും. The nature and extent of procedures depend on the engagement circumstances and the principal auditor's knowledge of other auditors' competence. അപ്പോൾ ഇതിൻ്റെ ഒരു നേച്ചറും എക്സ്റ്റൻറ്റും, ഈ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചറും എക്സ്റ്റൻറ്റും എന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ എൻഗേജ്മെൻറ്റ് സർക്കംസ്റ്റാൻസും അതേമാതിരി തന്നെ അതർ ഓഡിറ്റേഴ്സിൻ്റെ കോമ്പീറ്റൻസിനെ കുറിച്ചിട്ടുള്ള പ്രിൻസിപ്പൽ ഓഡിറ്ററുടെ നോളേജിൻ്റെയും ബേസിലാണ് ഉണ്ടാവുക. സോ നമ്മൾ എന്താണ് ഈ അതർ ഓഡിറ്റർ ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സിൻ്റെയോ റിട്ടേൺ സമ്മറി നമ്മൾ റിവ്യൂ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് അത് നോക്കണോ, ചെക്ക് ചെയ്യണോ എന്നുള്ള കാര്യം എന്തിൻ്റെ ബേസിലാണ് വരിക എന്ന് വെച്ചാൽ
എൻഗേജ്മെൻറ്റിൻ്റെ സർക്കംസ്റ്റാൻസസിൻ്റെ ബേസിലും അതേമാതിരി തന്നെ പ്രിൻസിപ്പൽ ഓഡിറ്ററിൻ്റെ നോളേജ് എന്തിനെ കുറിച്ചിട്ട് അതർ ഓഡിറ്റേഴ്സിൻ്റെ കോമ്പിറ്റൻസിനെ കുറിച്ചിട്ടുള്ള നോളജിൻ്റെയും ബേസിലാണ് എന്ത് വരിക ഈ കാര്യം നമ്മൾ തീരുമാനിക്കുക. സോ ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് പ്രൊസീജിയർ. എപ്പോഴാണ് അതർ ഓഡിറ്റർ എന്താണ് പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാണ്ടാവുക? ഓക്കെ, പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാണ്ടാവുന്ന സിറ്റുവേഷൻസ് അതർ ഓഡിറ്റേഴ്സ്. ഇഫ് ദ അതർ ഓഡിറ്റർ ഇസ് നോട്ട് പ്രൊഫഷണലി ക്വാളിഫൈഡ് ഓഡിറ്റർ സച്ച് ആസ് ഇൻ എ ഫോറിൻ കമ്പോണൻറ്റ്, ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ മസ്റ്റ് ഡോക്യുമെൻറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ് ആൻഡ് കൺക്ലൂഷൻസ് റീച്ച്ഡ്. അപ്പോൾ മറ്റൊരു അതർ ഓഡിറ്റർ എന്താണ് പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലെങ്കിൽ ലൈക്ക് ഒരു ഫോറിൻ കമ്പോണൻസിലെ ഒരു ഓഡിറ്ററാണ് എന്ന് വെച്ചാൽ ഫോറിൻ കമ്പോണൻസിലെ ഓഡിറ്റർ ആണെങ്കിൽ എന്താണ് ഫോറിൻ കമ്പോണൻസിലെ ഓഡിറ്റർ ആണെങ്കിൽ അയാൾ അവിടുത്തെ ഓഡിറ്റർ ആയിരിക്കും, അവിടുത്തെ എന്താണ് എക്സാം പാസ്സായി വന്ന ഓഡിറ്റർ ആയിരിക്കും. സോ ഐ സി എൻ്റെ എക്സാം പാസ്സായി വന്ന ഓഡിറ്റർ ആയിരിക്കില്ല ഫോറിൻ കമ്പോണൻറ്റിലുള്ള ഒരു ഓഡിറ്റർ. സോ അതിൽ CA ക്വാളിഫൈഡ് ഇൻ ഇന്ത്യ ആയിരിക്കില്ല, ഇന്ത്യയിൽ CA ക്വാളിഫൈഡ് ചെയ്ത ഒരാളായിരിക്കില്ല. അപ്പോൾ ഇന്ത്യയിൽ CA ക്വാളിഫൈഡ് ചെയ്തൊരു വ്യക്തി മാത്രമേ എന്താണ് പ്രൊഫഷണലി ക്വാളിഫൈഡ് നമ്മൾ പറയുള്ളൂ. മറ്റൊരു രാജ്യത്തിൻ്റെ എന്താ പറയുക ഒരു എക്സാം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. ICA പറയുന്ന രീതിയിലുള്ള ICAൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമ്മളെന്താണ് പ്രൊഫഷണലി ക്വാളിഫൈഡ് എന്ന് പറയുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എന്ന് വെച്ചാൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതർ ഓഡിറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യും, പ്രൊസീജിയേഴ്സ് പെർഫോമും അതേമാതിരി തന്നെ നമ്മൾ നമ്മളുടെ കൺക്ലൂഷൻസും അതേമാതിരി തന്നെ നമ്മൾ പെർഫോം ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സും നമ്മൾ എന്ത് ചെയ്യും ഡോക്യുമെൻറ്റ് ചെയ്യും. ദേ ഷുഡ് ഓൾസോ ഡോക്യുമെൻറ്റ് ഡിസ്കഷൻസ് വിത്ത് ദ അതർ ഓഡിറ്റർ ആൻഡ് എനി ലിമിറ്റേഷൻസ് ഇൻ ദ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ അതർ ഓഡിറ്ററായിട്ട് നടത്തിയുള്ള ഡിസ്കഷൻസും അതേമാതിരി തന്നെ പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അതും കൂടി നമ്മൾ എന്ത് ചെയ്യും ഡോക്യുമെൻറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഡോക്യുമെൻ്റ് എന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുള്ള പ്രൊസീജിയറും പിന്നെ കൺക്ലൂഷൻസുമാണ്. അതിന് പുറമെ നമ്മൾ എന്തും കൂടി ചെയ്യും, അതർ ഓഡിറ്ററായിട്ടുള്ള ഡിസ്കഷൻസും പിന്നെ ലിമിറ്റേഷൻസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും ഡോക്യുമെൻ്റ് ചെയ്യും. ഇഫ് ദ അതർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഈസ് മോഡിഫൈഡ്, മറ്റേ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് മോഡിഫൈഡ് ആണെങ്കിൽ ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഷുഡ് ഡോക്യുമെൻറ്റ് ഹൗ ദേ അഡ്രസ് ദീസ് മോഡിഫിക്കേഷൻ ഇൻ ദ റിപ്പോർട്ട്. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൽ അവർ ഒരു മോഡിഫിക്കേഷൻ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, എന്ത് റീസൺസാണ് എന്ത് ഗ്രൗണ്ടിൻ്റെ ബോർഡിലാണ് അവർ ഈ ഒരു മോഡിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും പ്രിൻസിപ്പൽ ഓഡിറ്റർ ഡോക്യുമെൻ്റ് ചെയ്യും. കോർഡിനേഷൻ ബിറ്റ്വീൻ ഓഡിറ്റേഴ്സ്. അപ്പോൾ പ്രിൻസിപ്പൽ ഓഡിറ്ററും അതർ ഓഡിറ്ററും തമ്മിലുള്ള കോർഡിനേഷനാണ്. ദെയർ ഷുഡ് ബി സഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഓഡിറ്റർ ആൻഡ് അതർ ഓഡിറ്റർ. അപ്പോൾ അതർ ഓഡിറ്ററും പ്രിൻസിപ്പൽ ഓഡിറ്ററും തമ്മിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. The principal auditor may issue written communication to ensure coordination, such as addressing significant findings that needs attention at the entity level and maintaining audit timetable. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്താണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇഷ്യൂ ചെയ്യും. എന്തിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, കോർഡിനേഷൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. സച്ച് ആസ് അഡ്രസ്സിങ് സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ്സ്, അപ്പോൾ ചില സിഗ്നിഫിക്കൻറ്റ് ഫൈൻഡിങ്സ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേമാതിരി തന്നെ ചില കാര്യങ്ങൾ എന്താണ് അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും അറ്റ് ദ എൻറ്റിറ്റി ലെവലും പിന്നെ മെയിൻറ്റെയിനിങ് ദ ഓഡിറ്റ് ടൈം ടേബിൾ. ഓഡിറ്റിൻ്റെ ടൈം ടേബിൾ എന്ന് വെച്ചാൽ ഒരു പ്രൊസീജിയർ ഉണ്ടാവും, ഒരു ടൈംലെസ് ഉണ്ടാവും. ഓഡിറ്റ് ഇത്ര ഇന്ന ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നുള്ള ടൈം ടേബിളും അതേപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റാഫിനും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടാസ്ക് കൊടുക്കും. അപ്പോൾ ആ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്താണ് ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഓഡിറ്റർ എന്താണ് ഇഷ്യൂ ചെയ്യും, ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട്. Reporting consideration. If the principal auditor finds that the other auditors work unusable and cannot perform sufficient additional procedures, they should express a qualified opinion or disclaimer of opinion due to audit scope limitation. നമ്മളൊരു സ്ഥാപനം വർക്ക് ഓഡിറ്റ് ചെയ്യാൻ പോയി, അതിന് എന്തുണ്ട്, അതിനൊരു കമ്പോണൻറ്റും കൂടി ഉണ്ട്, അത് വേറൊരു ഓഡിറ്ററാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമുക്ക് ഒന്ന് അഡീഷണൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം, പിന്നെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം,
പിന്നെന്താണ് നമ്മൾ മെറ്റീരിയാലിറ്റി നോക്കണം. ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമ്മൾ ഒരു ഓഡിറ്ററിൽ നിന്ന് നമ്മളൊരു പ്രിൻസിപ്പൽ ഓഡിറ്റർ ആവുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി ഇയാളുടെ വർക്ക് എന്തല്ല, അൺയൂസബിളാണ് ഇയാളുടെ വർക്ക്. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ എന്താ അടുത്ത് നോക്കാൻ പോയത് വെച്ചാൽ നമ്മൾ എന്ത് നോക്കി, നമ്മൾ തന്നെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ നോക്കി. പക്ഷേ നമുക്ക് അത് പോസിബിൾ അല്ല. കാരണം ഇതെന്താണ്, ഇതേതോ റിമോട്ട് ഏരിയ ആണ്, അവിടെ എന്തോ ഒരു സമരമോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ അങ്ങനത്തെ ഒരു റീസൺ കൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയർ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അഡീഷണൽ പ്രൊസീജിയേഴ്സ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നുകിൽ നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ ക്വാളിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലെയിമർ ചെയ്യണം ഡ്യൂ ടു ദ സ്കോപ്പ് ലിമിറ്റേഷൻ, ഓഡിറ്റ് സ്കോപ്പ് ലിമിറ്റേഷൻ. ഓക്കെ, ഇഫ് ദ അതർ ഓഡിറ്റർ ഇഷ്യൂസ് എ മോഡിഫൈഡ് റിപ്പോർട്ട്. ഇപ്പോൾ ഈ ഒരു ഓഡിറ്റർ, ഇനി രണ്ടാമത്തെ കേസ് വെച്ചാൽ ഈ ഒരു ഓഡിറ്റർ എന്താണ്, ഒരു മോഡിഫൈഡ് റിപ്പോർട്ട് കൊടുത്ത്, ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ മസ്റ്റ് ഇവാലുവേറ്റ് ഇഫ് ദ മോഡിഫിക്കേഷൻ എഫക്ട് ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഒരു മോഡിഫിക്കേഷൻ എന്താണ്, ഈ ഒരു എൻറ്റിറ്റീൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ മോഡിഫിക്കേഷനിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് റിക്വയർസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദ റിപ്പോർട്ട് ആസ് വെൽ. അപ്പോൾ എന്താണ്, ഈ ഒരു എൻറ്റിറ്റി മോഡിഫൈ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ഈ ഒരു ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് മോഡിഫൈ ചെയ്യണോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. സോ രണ്ട് കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ഇഫ് ദ മോഡിഫിക്കേഷൻ എഫക്ട് ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഈ യൂണിറ്റിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ഈ ഒരു മോഡിഫിക്കേഷൻ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അതേമാതിരി തന്നെ നമ്മളുടെ റിപ്പോർട്ട് മോഡിഫൈ ചെയ്യേണ്ടതും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻസിപ്പൽ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. എപ്പോൾ അതർ ഓഡിറ്റർ ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ. Division of responsibility. The principal auditor is not responsible for the work of other auditor unless there are suspicions about the reliability of that work. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്തല്ല, അതർ ഓഡിറ്ററിൻ്റെ വർക്കിൽ റെസ്പോൺസിബിൾ അല്ല. പക്ഷേ എപ്പോൾ റെസ്പോൺസിബിൾ ആണ്, അവരുടെ വർക്കിൽ എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ നമ്മളെന്താണ്, സസ്പീഷൻ അബൌട്ട് ദ റിലയബിലിറ്റി ഓഫ് ദറ്റ് വർക്ക്, അവരുടെ വർക്കിൻ്റെ റിലയബിലിറ്റി എന്തെങ്കിലും സസ്പീഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരാളുടെ വർക്ക് യൂസ് ചെയ്യാണ്. പക്ഷേ ആ യൂസ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, അവർ കറക്റ്റായിട്ടുള്ള ചെയ്തത്, അവർ സ്റ്റാൻഡേർഡ്സ് പ്രകാരമല്ല ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവരുടെ വർക്ക് യൂസ് ചെയ്യുന്നതിൽ നമ്മൾ എന്താണ്, റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, ദേ മസ്റ്റ് ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ദെയർ റിപ്പോർട്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് പറയണം, ഈ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഡിവിഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം അവരുടെ റിപ്പോർട്ട് തന്നെ. റിഗാർഡിംഗ് കമ്പോണൻറ്റ്സ് ഓഡിറ്റഡ് ബൈ അതർ ഓഡിറ്റർ. ഇഫ് മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസീസ് ആർ ഫൗണ്ട്, ദീസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അതർ ഓഡിറ്റർ ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്പൻസി നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതെന്താണ്, അതർ ഓഡിറ്ററുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റും ചെയ്യണം, അതേമാതിരി തന്നെ നമ്മൾ റിപ്പോർട്ടിൽ അത് ഇൻക്ലൂഡും ചെയ്യണം. സോ ഇതാണ് ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഡിവിഷൻ. രണ്ടാൾക്കാർക്കും, അതർ ഓഡിറ്ററിനായാലും പ്രിൻസിപ്പൽ ഓഡിറ്ററിനായാലും സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതർ ഓഡിറ്ററിൻ്റെ വർക്കിൽ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് എപ്പോഴാണ് റെസ്പോൺസിബിലിറ്റി വരിക എന്ന് വെച്ചാൽ, അയാളുടെ വർക്കിൻ്റെ റിലയബിലിറ്റിയിൽ എന്തെങ്കിലും സസ്പീഷ്യൻസ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഓഡിറ്റർ ആ വർക്കിൽ എന്താണ്, റെസ്പോൺസിബിളാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഡിവിഷൻ്റെ കാര്യം റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ പ്രിൻസിപ്പൽ ഓഡിറ്റർ എന്താണ്, എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി, ഒരു മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസി ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതർ ഓഡിറ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതേമാതിരി തന്നെ റിപ്പോർട്ടിൽ അത് ഇൻക്ലൂഡും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് SA 600 യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ.